ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഷധ രാജ്യത്തെ നളരാജാവും വിദർഭ രാജ്യത്തെ ദമയന്തി രാജകുമാരിയും വനവാസത്തിന് ഇറങ്ങുകയാണ്. നിഷധ രാജാവിനെ ചതിച്ച് ചൂതിൽ തോൽപ്പിച്ച പുഷ്കര രാജാവ് പറഞ്ഞു, ആരെങ്കിലും നളനെ ആദരിച്ച് സ്വീകരിച്ചതായി ഞാൻ അറിഞ്ഞാൽ അവനെ ഞാൻ വധിക്കുന്നതാണ്. അങ്ങനെ വിളംബരം ചെയ്തു. പിന്നീട് ആ ഘോരമായ ശാസനത്താലും പുഷ്കരനോടുള്ള ഭീതിയാലും നളരാജാവിനെ ആരും സൽക്കരിക്കാതെയായി. വെറും വെള്ളം മാത്രം കുടിച്ച് വിശപ്പ് സഹിക്കാതെയായപ്പോൾ നളരാജാവും ഭാര്യയും വല്ല കായോ കിഴങ്ങോ കിട്ടുമോ എന്നറിയുവാൻ അവിടെയെല്ലാം നോക്കി തിരഞ്ഞ് അങ്ങനെ നടന്നു. ഘോരമായ വനത്തിൽ വിശന്ന് തളർന്ന് വളരെ നാൾ ആ കാട്ടിലങ്ങനെ താമസിച്ചു. ഇതിനിടയിൽ തനിക്ക് ആഹാരത്തിന് പക്ഷികളെ പിടിക്കാമെന്ന് തോന്നിയ സമയത്ത് പക്ഷികളെ അടുത്തേക്ക് ഓടിച്ചെന്ന് തൻ്റെ ഉടുത്ത ഒറ്റമുണ്ടഴിച്ച് ആ പക്ഷിയുടെ മേലിട്ടു. അവയെ പിടിക്കാനായി ഓടിച്ചെന്ന സമയത്ത് ആ പക്ഷികൾ ആ മുണ്ടിനെയും എടുത്തുകൊണ്ട് പൊങ്ങിപ്പോയി. ഇത് കണ്ട പക്ഷികൾ പറഞ്ഞു, എടോ ദുർബുദ്ധേ, ഞങ്ങൾ പക്ഷികളല്ല, അക്ഷങ്ങളാണ്. ഞങ്ങൾ നിന്റെ വസ്ത്രം, ഒറ്റ വസ്ത്രം, അത് അപഹരിക്കാൻ വന്നവരാണ്. നീ വസ്ത്രമെടുത്തു പോന്നതിൽ ഞങ്ങൾക്ക് അമർഷമുണ്ട്. അതും കൂടെ കയ്യിലാക്കാനാണ് ഞങ്ങൾ വന്നത്. പിന്നീട് പരിപൂർണ നഗ്നനായാണ് നളരാജാവ് കാട്ടിൽ വസിച്ചിരുന്നത്. വിശന്നും നടന്നും ക്ഷീണിച്ച് തളർന്ന ദമയന്തിയും രാജാവും ആ കാട്ടിൽ ചുറ്റി നടക്കുമ്പോൾ അവർ ഒരു വഴിയമ്പലം കണ്ടു. അതിൻ്റെ ഉള്ളിൽ കിടന്നു. ദമയന്തിയും നളരാജാവും അവിടെ ഉറങ്ങിപ്പോയി. എന്നാൽ പെട്ടെന്ന് ഉണരുകയായിരുന്നു നളരാജാവ്. ഈ സമയത്ത് നളരാജാവ് ചിന്തിച്ചു, ഞാൻ അകന്നു പോയാൽ ഇവൾ സ്വന്തം ജനത്തെ അന്വേഷിച്ച് അവിടെ പോയി രക്ഷപ്പെടും. അല്ലെങ്കിൽ പതിവ്രതയായ ഭാര്യയാണ് ഇവൾ. എന്തുകൊണ്ടായാലും ഇവൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടെ ദമയന്തിയെ ആ വഴിയമ്പലത്തിൽ കാട്ടിൽ ഉപേക്ഷിച്ച് നളരാജാവ് ദൂരേക്ക് ഓടിപ്പോയി. തൻ്റെ ഉറക്കമുണർന്ന് ദമയന്തി നോക്കുമ്പോൾ നളരാജാവിനെ അവിടെയെങ്ങും കണ്ടില്ല. ആ കാട്ടിലൂടെ ദമയന്തി ഒരുപാട് തൻ്റെ പ്രാണനാഥനെ കാണുവാനായി തേടി അലഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു. ഒരിക്കൽ പോലും വാക്കുകൾ കൊണ്ട് പോലും ദമയന്തി തൻ്റെ ഭർത്താവിനെ പരിത്യജിച്ചിരുന്നില്ല. തൻ്റെ ഭർത്താവിന് എന്തെങ്കിലും വിഷമം വരുമോ, എന്തെങ്കിലും വിശപ്പ് സഹിക്കാതെ ആവുമോ, ആ ഒരു ഭയം മാത്രമായിരുന്നു ദമയന്തിക്കുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഒരു പെരുമ്പാമ്പ് വന്ന് ദമയന്തിയെ വിഴുങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു വേടൻ വന്ന് ആ പെരുമ്പാമ്പിനെ അമ്പെയ്ത് ദമയന്തിയെ ആ പെരുമ്പാമ്പിൻ്റെ വായിൽ നിന്നും രക്ഷിക്കുകയാണ്. എന്നാൽ ദമയന്തിയെ കണ്ട് കാമമോഹിതനായ ആ വേടൻ കാമാവേശത്തോടു കൂടെ ദമയന്തിയോടടുത്തപ്പോൾ ദമയന്തി ആ വേടനെ ശപിച്ചു. അപ്പോൾ തന്നെ ഭസ്മമാക്കി കളഞ്ഞു. പിന്നീടും നളരാജാവിനെ അന്വേഷിച്ച് ദമയന്തി ആ കാടാകെ ചുറ്റി നടന്നു. അങ്ങനെ ദമയന്തി ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരു കച്ചവട സംഘത്തെ ആളുകളെ കാണുകയും അവരുടെ കൂടെ നടക്കുകയും ചെയ്തു. എന്നാൽ ആ കച്ചവട സംഘത്തെ കാട്ടാനകൾ വന്ന് രാത്രി അവരുടെ രത്നങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ ആ കച്ചവട സംഘം ദമയന്തിയെ ഉപേക്ഷിക്കുകയാണ്. ആ കച്ചവട സംഘത്തിലെ ആളുകൾ പറഞ്ഞു, ഈ പാപിയായ സ്ത്രീ വന്നതുകൊണ്ടായിരിക്കാം നമുക്കും കഷ്ടകാലം എത്തിയത്. അങ്ങനെ ദമയന്തിയെ അവരും ആട്ടിയോടിച്ചു. വീണ്ടും തൻ്റെ ഭാഗ്യദോഷമായിരിക്കാം ഈ തനിക്ക് അനുഭവിക്കേണ്ടി വന്നതെല്ലാം എന്ന് ചിന്തിച്ച് ആ രാജകുമാരി അങ്ങനെ പലതും പറഞ്ഞ് വിലപിച്ച് നടക്കുമ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്ന ബ്രാഹ്മണരെ കണ്ടു. ആ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ആ ദമയന്തിയെയും അവർ ചേർത്തു. ഇങ്ങനെ ആ ബ്രാഹ്മണർ ചേതി രാജ്യത്തിലേക്ക് പോകുന്നവരായിരുന്നു. അങ്ങനെ ദമയന്തിയും ചേതി രാജ്യത്തെത്തി. അവിടെ വെച്ച് രാജമാതാവ് ബ്രാഹ്മണരുടെ കൂട്ടത്തിലുള്ള ഈ ദമയന്തിയെ ശ്രദ്ധിക്കുകയായിരുന്നു. രാജമാതാവ് തൻ്റെ ധാത്രിയോട് പറഞ്ഞു, നീ ആ സ്ത്രീയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ദമയന്തി അങ്ങനെ രാജമാതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജമാതാവ് പറഞ്ഞു, നീ ഇനി എൻ്റെ മകളുടെ കൂടെ സഖിയായി കഴിഞ്ഞോളൂ. പിന്നീട് ദമയന്തി ആ രാജമാതാവിൻ്റെ മകളുടെ സഖിയായി ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നു.
ഈ സമയത്ത് നളരാജാവ് കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ കർക്കോടക സർപ്പം തീയിൽപ്പെട്ട് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കർക്കോടക സർപ്പത്തെ നളരാജാവ് പെട്ടെന്ന് രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ആ കർക്കോടക സർപ്പം നളരാജാവിനെ അനുഗ്രഹിച്ചു. നീ അയോധ്യയിലെ ഋതുവർണ രാജാവിൻ്റെ അടുത്തേക്ക് എത്തണം. ഋതുവർണ രാജാവ് നിനക്ക് അക്ഷഹൃദയം പറഞ്ഞു തരും, അക്ഷഹൃദയം ഉപദേശിച്ചു തരും. ആ മന്ത്രം നീ സ്വായത്തമാക്കണം. മാത്രവുമല്ല, ഞാൻ നിനക്ക് വസ്ത്രങ്ങൾ തരാം. ഈ വസ്ത്രം നീ ധരിക്കുന്ന സമയത്ത് നിന്റെ യഥാർത്ഥ രൂപം നിനക്ക് കിട്ടും. നിന്റെ ഈ സുന്ദര രൂപം നിനക്ക് വീണ്ടും കിട്ടും. അതുവരെ നിന്റെ ഈ രൂപം നിന്നിൽ നിന്നും ഞാൻ മറച്ചു വയ്ക്കാം. നിന്നെ ഞാൻ ഇപ്പോൾ വൈരൂപ്യനാക്കാം. എന്നാൽ നിന്നെ ഈ കാട്ടിൽ ആരും കണ്ടെത്തുകയില്ലല്ലോ. കർക്കോടകൻ പറഞ്ഞതിനോട് നളൻ യോജിക്കുകയായിരുന്നു. നളരാജാവ് അങ്ങനെ അയോധ്യയിലെ ഋതുവർണ രാജാവിൻ്റെ അടുത്തെത്തി. രാജാവിൻ്റെ കുതിരകളെ വളരെ ഭംഗിയായി പരിപാലിച്ച് രാജാവിൻ്റെ നല്ലൊരു സൂതനായി അവിടെ തുടർന്നു. ഇതിനിടയിലാണ് വിദർഭ രാജ്യത്തെ രാജാവായ ഭീമരാജാവ് അറിയുന്നത് തൻ്റെ ഏക മകൾ ദമയന്തി ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ കാട്ടിലാണ് കഴിയുന്നതെന്ന്. രാജാവ് ഉടനെ ദൂതന്മാരെ പല വഴിക്കും കാടുകളിലേക്കായി വിട്ടു. ഉടനെ തന്നെ രാജകുമാരിയെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സുദേവൻ എന്നു പറഞ്ഞ ഒരു ദൂതൻ ദമയന്തിയെ ചേതി രാജഗൃഹത്തിൽ വെച്ച് കാണുകയും രാജാവിൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ദമയന്തിയെ കണ്ടപ്പോൾ രാജകൊട്ടാരത്തിലെ എല്ലാവരും, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് സ്വീകരിച്ചു. എല്ലാവരും ദമയന്തിയെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചപ്പോഴും ദമയന്തിക്ക് നളരാജാവിനെ ഓർത്ത് വളരെ വലിയ വിഷമമായി. ദമയന്തി തൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നളരാജാവിനെ തേടി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായി ദൂതനെ വിട്ടാലും. ഇത് കേട്ട ഉടനെ ഭീമരാജാവ് നളരാജാവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായും ദൂതന്മാരെ വിട്ടു. എന്നാൽ ദൂതന്മാർക്കൊന്നും നളരാജാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം കർക്കോടക സർപ്പം പറഞ്ഞതിനാൽ നളരാജാവ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈരൂപ്യനായിട്ടാണല്ലോ. നളരാജാവിനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ദൂതന്മാരെല്ലാവരും രാജകൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇത് ദമയന്തിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. വീണ്ടും ദമയന്തി പറഞ്ഞു, ദമയന്തിയുടെ സ്വയംവരം നടക്കുന്നു എന്നൊരു വാർത്ത കാട്ടിലെങ്ങും പറഞ്ഞു നടക്കുക, പാടി നടക്കുക. അത് കേൾക്കുമ്പോഴെങ്കിലും നളരാജാവ് വരാതിരിക്കില്ല. ഈ ഒരു അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുകയും ദൂതന്മാരെല്ലാവരും വൈദർഭ രാജ്യത്തെ രാജകുമാരിയുടെ സ്വയംവരമാണെന്ന് പാടി നടന്നു. ഇതറിയുന്ന ഋതുവർണ രാജാവ് തൻ്റെ സൂതനായ നളരാജാവിനെയും കൂട്ടി വൈദർഭി രാജ്യത്ത് എത്തുകയാണ്. ദമയന്തിയെ വിവാഹം കഴിക്കാനാണ് ഋതുവർണ രാജാവ് കൊട്ടാരത്തിലെത്തിയത്. എങ്കിലും നളരാജാവിനെ കണ്ടപ്പോൾ തന്നെ ദമയന്തിക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നുകയും തൻ്റെ പാതിവ്രത്യവ്രതം കൊണ്ട് ദമയന്തി തിരിച്ചറിയുകയാണ് അത് തൻ്റെ ഭർത്താവാണ്, നളരാജാവാണെന്ന്. തൻ്റെ പ്രിയ സഖിയെ അതാരാണെന്ന് അറിയാനായി ദമയന്തി നളരാജാവിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. നളരാജാവിൻ്റെ ഇഷ്ടങ്ങളും ചേഷ്ടകളും കണ്ട് അത് നളരാജാവ് തന്നെയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു ദമയന്തി. പിന്നീട് ദമയന്തിയുടെ പ്രിയ സഖി വഴി നളരാജാവ് അറിയുകയാണ് തന്നെ കണ്ടെത്താനായാണ് ഇങ്ങനെ ഒരു സ്വയംവര കഥ ഇവിടെ നടന്നത്. തന്നിൽ തന്നെയാണ് ഇപ്പോഴും ദമയന്തിക്ക് താല്പര്യമെന്നറിഞ്ഞ നളരാജാവ് അന്ന് കർക്കോടക സർപ്പം കൊടുത്ത വസ്ത്രങ്ങൾ എടുത്തണിയുകയും ഉടനെ തന്നെ നളരാജാവിന് തൻ്റെ ആ പഴയ രൂപം തിരിച്ചു കിട്ടുകയായിരുന്നു. ഇതെല്ലാം കണ്ടുനിന്ന ഋതുവർണ രാജാവിന് തൻ്റെ സൂതനായി കഴിഞ്ഞത് നളരാജാവായിരുന്നെന്നറിഞ്ഞപ്പോൾ വളരെയധികം അത്ഭുതവും, നളരാജാവിന് ദമയന്തിയെ കിട്ടി എന്നറിഞ്ഞപ്പോൾ അതിനേക്കാൾ അത്ഭുതവും സന്തോഷവും ആയി. ഋതുവർണ രാജാവ് നളരാജാവിനെയും ദമയന്തിയെയും അനുഗ്രഹിച്ച് തൻ്റെ അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ അക്ഷഹൃദയം നളരാജാവിനെ ഉപദേശിച്ചു കൊടുത്തു. ആ ദമയന്തിയുടെ രാജകൊട്ടാരത്തിൽ 1 മാസം താമസിച്ചതിനു ശേഷം
നളരാജാവ് ഭീമരാജാവിൻ്റെ അനുഗ്രഹത്തോടു കൂടെ ഒരുപാട് സ്വർണങ്ങളും ധനം, സമ്പത്ത്, കുതിരകൾ, ആനകൾ തുടങ്ങിയ ധനത്തോടു കൂടെ നിഷധ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. നിഷധ രാജ്യത്ത് എത്തിയ ഉടനെ തന്നെ നളരാജാവ് ആദ്യം ചെയ്തത് തന്നെ ചൂതിൽ തോൽപ്പിച്ച പുഷ്കരനെ വെല്ലുവിളിക്കുകയാണ്. ചൂത് കളിക്കാനായി നളരാജാവ് പറഞ്ഞു, എടോ പുഷ്കര, ഇനി നമുക്ക് തമ്മിലൊന്ന് ചൂത് കളിച്ചു നോക്കാം. വേണ്ടുവോളം ധനവും സമ്പാദിച്ചു കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എനിക്കുള്ള സകല സ്വത്തിനെയും മാത്രമല്ല എൻ്റെ ദമയന്തിയെയും നിനക്ക് ചൂതിനായി ഇതാ പണയം വയ്ക്കുന്നു. നീ നിൻ്റെ രാജ്യം പണയം വയ്ക്കുക. വീണ്ടും ചൂത് നടക്കണം. ഇതാണെൻ്റെ നിശ്ചയം. അതിനായി ഒരുങ്ങിക്കൊള്ളുക. ഒരേയൊരു കളി കൊണ്ട് നമ്മുടെ ജയവും അപജയവും തീർച്ചപ്പെടുത്തണം. ജയിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടെയായിരുന്നു നളരാജാവ് ഇത് പറഞ്ഞത്. കാരണം ഋതുവർണ രാജാവിൽ നിന്നും ഒരു ചൂതുകളിയുടെ എല്ലാ അക്ഷഹൃദയ വിദ്യയും വശത്താക്കിയിട്ടുണ്ടായിരുന്നു നളരാജാവ്. അതുകൊണ്ടായിരുന്നു നളരാജാവ് ഇങ്ങനെയൊരു ചൂതുകളിക്ക് മുതിർന്നത്. ചൂത് കളിച്ചാൽ എപ്പോഴും താൻ തന്നെ ജയിക്കും എന്ന അഹങ്കാരത്താൽ നളരാജാവിൻ്റെ ആ പോർവിളി കേട്ട് പുഷ്കര രാജാവും ചൂത് കളിക്കാമെന്നേറ്റു. അവർ തമ്മിൽ ചൂതാട്ടം നടന്നു. ഒറ്റ കളിക്ക് തന്നെ പുഷ്കരൻ നിശേഷം തോറ്റുപോയി. ചൂതുകളിയിൽ തോറ്റ പുഷ്കര രാജാവ് തൻ്റെ രാജ്യം മുഴുവനും നിഷധ രാജാവിനെ കാഴ്ചവെച്ചെങ്കിലും നിഷധ രാജാവ് ഒന്നും എടുക്കാതെ എല്ലാം പുഷ്കര രാജാവിന് തന്നെ തിരിച്ചു നൽകുകയായിരുന്നു. പുഷ്കര രാജാവ് പറഞ്ഞു, ഭവാൻ നശിക്കാത്ത കീർത്തിയോടുകൂടെ 10,000 വർഷം ജീവിച്ചിരിക്കുവാൻ ഞാൻ ആശംസിക്കുന്നു. അപരാധിയായ എനിക്ക് പ്രാണനും നിലയും തന്ന ഭവാൻ പൂർണ്ണ സുഖത്തോടെ വർത്തിച്ചാലും. പിന്നീട് 1 മാസം പുഷ്കരൻ നളരാജാവിനോട് കൂടെ താമസിച്ചു. പിന്നീട് പുഷ്കരൻ സ്വന്തം ജനങ്ങളോടും സന്തോഷം സൈന്യസന്നാഹങ്ങളോടും കൂടെ സ്വന്തം പുരിയിലേക്ക് പോയി. പുരുഷർഷഭനായ നളരാജാവ് 2ാം സൂര്യനെ പോലെ ഉജ്ജ്വലിച്ചു. തൻ്റെ പ്രാണസഖിയായ ദമയന്തിയോടുകൂടെ നളരാജാവിനെ കണ്ട് അമാത്യന്മാരും പൗരന്മാരും ജനങ്ങളും കൂട്ടമായി വന്ന് അഭിവാദ്യം ചെയ്ത് കൈകൂപ്പി പറഞ്ഞു, അങ്ങ് ദേവന്മാർ ഇന്ദ്രദേവനെ എന്ന പോലെ അങ്ങയെ ഞങ്ങൾ വീണ്ടും ഉപാസിക്കുന്നു. നളരാജാവ് ആ ജംബൂദ്വീപിൽ ഏറ്റവും ഉജ്ജ്വലനായ രാജാവായി വാണു. താൻ വീണ്ടും പിടിച്ചടക്കിയ രാജ്യം വേണ്ട പോലെ പരിപാലിച്ചു. വിധിപ്രകാരം ദക്ഷിണയോടുകൂടെ പല യജ്ഞങ്ങളും യജിച്ച് മിത്രജനങ്ങളോടുകൂടെ സുഖമായി താമസിച്ചു വന്നു. ഭാര്യയോടൊപ്പം ഈ കഠോരമായ ദുഃഖം ചൂതുകളി മൂലമാണ് നളരാജാവിന് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ ആ ദുഃഖത്തിൽ നളരാജാവിന്, ഹേ യുധിഷ്ഠിര മഹാരാജാവേ, വനത്തിൽ പോയ സമയത്ത് അങ്ങയെപ്പോലെ ബ്രാഹ്മണന്മാരും സഹോദരങ്ങളും കൂട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ ദുഃഖത്തിൽ നിന്ന് നളമഹാരാജാവ് ഒറ്റയ്ക്ക് വിമുക്തനാവുകയും ചെയ്തു. എന്നാൽ ഹേ യുധിഷ്ഠിര മഹാരാജാവേ, അവൻ ഒറ്റയ്ക്കല്ല, സഹോദരങ്ങളോടും ഭാര്യയോടും കൂടെ ഒരുപാട് മഹർഷിമാരുടെ കൂടെയാണ് ഈ വനത്തിൽ കഴിഞ്ഞു വന്നിരിക്കുന്നത്. ഈ സ്ഥിതിക്ക് നളനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഹേ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. ഹേ യുധിഷ്ഠിര രാജാവേ, നാഗരാജാവായ കർക്കോടകൻ്റെയും ദമയന്തിയുടെയും നളരാജാവിൻ്റെയും രാജർഷിയായ ഋതുവർണൻ്റെയും കീർത്തനം കലിയെ നശിപ്പിക്കുന്നതാണ്. കലിനാശനമായ ഈ ഇതിഹാസം ഹേ അച്യുത, നിന്നെപ്പോലെയുള്ളവർ കേട്ടാൽ ഹൃദയതാപത്തിന് ശമനമുണ്ടാകും. അർത്ഥകാമങ്ങൾ അസ്ഥിരങ്ങളാണെന്ന് ധരിക്കുക. ഈ ഇതിഹാസം കേട്ട് നീ ദുഃഖത്തിന് അടിമയാകാതിരിക്കുക. ദൈവം പിഴച്ചു നിൽക്കുന്ന കാലത്ത് പൗരുഷം ഫലിക്കാതെ വന്നേക്കാം. എന്നാൽ അതിൽ ധീരന്മാരാരും ദുഃഖിക്കാറില്ല. നിത്യവും മഹത്തായ ഈ നളചരിതം ചൊല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും ഒട്ടും അലക്ഷ്മി ബാധിക്കുകയില്ല. പുത്രപൗത്രന്മാർ വർദ്ധിക്കുകയും പശു, ധനം മുതലായ ഐശ്വര്യങ്ങൾ ഏറി വരികയും മർത്യൻ ശ്രേഷ്ഠനും ആരോഗ്യവാനുമായി തീരുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇനി യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങയെ ആരെങ്കിലും ചൂതിന് വിളിച്ചാൽ അങ്ങ് ധൈര്യത്തോടെ ചെല്ലാം. അതിന് അങ്ങേക്കും ഞാൻ ഈ അക്ഷഹൃദയ മന്ത്രം പറഞ്ഞു തരാം. ഋതുവർണ രാജാവ് നളരാജാവിന് ഉപദേശിച്ചു കൊടുത്ത ഈ അക്ഷഹൃദയം അങ്ങ് ഗ്രഹിച്ചാലും. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാനെ, അക്ഷഹൃദയം
നന്നായി അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഉപദേശിച്ചു തന്നാലും. ബൃഹദശ മഹർഷി പാണ്ഡുപുത്രനായ യുധിഷ്ഠിരന് അക്ഷഹൃദയം ഉപദേശിച്ചു കൊടുത്തു. ബൃഹദശ മഹർഷി പോയ ശേഷം യുധിഷ്ഠിര മഹാരാജാവ് പല ബ്രാഹ്മണരിൽ നിന്നും അർജുനൻ്റെ വായു മാത്രം ഭക്ഷിച്ച് ഉഗ്രമായ തപസ് ചെയ്യുന്ന വർത്തമാനം ചോദിച്ച് മനസ്സിലാക്കി. അവർ പറഞ്ഞു, പാർത്ഥൻ ഘോരമായ തപസ്സാണ് ചെയ്യുന്നത്. ഇപ്രകാരം ഘോരമായ തപസ് ചെയ്യുന്ന മറ്റൊരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ധനഞ്ജയൻ ധർമ്മരാജാവ് ശരീരമെടുത്ത പോലെയാണ്. ആ അർജുനൻ ഏകാഗ്രനായി ശ്രീമാനായി മൗനിയായി ആ ഘോര കാനനത്തിൽ തപസ് ചെയ്യപ്പെടുന്നു. ഹരേ കൃഷ്ണ.